Hi friends, നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ റൂഫ്ടോപ്പിൽ ഗ്രോബാഗിൽ കൃഷി ചെയ്ത് കുറച്ച് മഞ്ഞളുടെ ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് മഞ്ഞളുടെ വിത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ പ്രോട്രയിൽ മഞ്ഞളുടെ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ പറ്റി ഒരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മേളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അന്ന് പ്രോട്രയിൽ വെച്ച മഞ്ഞളുടെ വിത്തുകളുടെ കണ്ടീഷൻ എന്തായിരുന്നു, അതുപോലെ തന്നെ മഞ്ഞളുടെ വിത്തും ഈ തൈയൊക്കെ എങ്ങനെ ഗ്രോ ബാഗിൽ നട്ട് ടെറസിൻ്റെ മേളിൽ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഏതെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. സാധാരണ മഞ്ഞളും ഇഞ്ചി പോലുള്ള വിളകളൊക്കെ നടേണ്ട സമയം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇതിപ്പോൾ മെയ് അവസാനമായി, പക്ഷേ നമ്മുടെ തൈകളൊക്കെ റെഡി ആയതുകൊണ്ട് നമുക്ക് ഇനി വെച്ചാലും മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രോ ബാഗിലാണ് വെക്കുന്നത്. ഗ്രോ ബാഗിൽ വെക്കുമ്പോഴേക്കും നമുക്ക് ഒന്നുകിൽ മഞ്ഞളുടെ വിത്തുകൾ നമ്മൾ നേരത്തെ വിളവെടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മുഴുത്ത മഞ്ഞളുടെ കഷ്ണങ്ങൾ നോക്കി മാറ്റിയിട്ട് കഴിഞ്ഞാൽ, അതായത് വെയിലൊന്നും അടിക്കാതെ ഏതെങ്കിലും ഒരു അധികം ഡ്രൈ ആവാത്തൊരു ഭാഗത്ത് കൊണ്ട് കൂട്ടിയിട്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൽ കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ വരും. അപ്പോൾ മുളകളൊക്കെ വന്ന് ഈ കണ്ടീഷനൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിനെയൊക്കെ മണ്ണിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്രയിൽ തൈകൾ ഉണ്ടാക്കിയിട്ട് തൈകൾ ഇളക്കി നടാം. അപ്പോൾ നമ്മൾ കുറേ ദിവസം മുന്നേ പ്രോട്രയിലൊക്കെ നട്ടുവെച്ച മഞ്ഞളുടെ പീസസൊക്കെ തൈകളായിട്ട് വളർന്ന ഒരു കണ്ടീഷനായിട്ട് നിൽപ്പുണ്ട്. നമ്മളന്ന് 50 പീസാണ് വെച്ചത്. അതിലിപ്പോൾ ഏകദേശം ഒരു 20-22 എണ്ണം മുളച്ച് റെഡി ആയിട്ടുണ്ട്. കുറച്ചെണ്ണമൊക്കെ മുളച്ചിട്ടില്ല, അതൊക്കെ ചീഞ്ഞു പോയി. മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഉള്ളതിപ്പോൾ കൊള്ളാം, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോട്രയിൽ മുളപ്പിച്ച് വെച്ച തൈകളെ എങ്ങനെ ഗ്രോ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച മഞ്ഞളുടെ കഷ്ണങ്ങളുണ്ടല്ലോ, മുള വന്ന മഞ്ഞളുടെ കഷ്ണങ്ങൾ, അതും നമുക്ക് ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ നട്ടുവെച്ച് നോക്കാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് വളരുന്നത്, ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്കതിനെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് 1-2 തൈകൾ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഈ മണ്ണിലാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഈ ഇതെന്ന് വെച്ചാൽ ചകിരിച്ചോറ് മെയിൻ കമ്പോണൻ്റ് ആയിട്ട് സോയിൽലെസ് ആയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയ മണ്ണാണ്. കുറച്ച് പാർട്ട് മണ്ണ് നമ്മൾ ചേർക്കുന്നുണ്ട്, സോയിൽലെസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ക്വാളിറ്റി മണ്ണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ടെറസിൽ ചെയ്യുമ്പോഴേക്കും അധികം വെയിറ്റൊന്നും ഇല്ലാത്ത മണ്ണാണ്, പക്ഷേ അത്യാവശ്യം നല്ല വായു സഞ്ചാരവും നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്, അതൊക്കെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ മെയിനായിട്ടുള്ളത് ചകിരിച്ചോറും കമ്പോസ്റ്റും പിന്നെ ചാണകപ്പൊടിയാണ്. പിന്നെ കുറച്ച് പാർട്ട് മണ്ണുണ്ട്. അതുകൂടാതെ വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കുമ്മായമുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി മഞ്ഞൾ പോലുള്ള ഈ കിഴങ്ങുണ്ടല്ലോ, അതായത് ഭൂകാണ്ഡങ്ങൾ വരുന്ന സസ്യങ്ങൾ കൃഷി ചെയ്യുമ്പോഴേക്കും എല്ലുപൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ എല്ലുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ കള പറിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് അതിനകത്താണ് ഇടുന്നത്. അത് അവിടെ നിന്ന് ജീർണിച്ചിട്ടൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടൊരു നല്ലൊരു മിക്സറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മളിന്ന് മഞ്ഞൾ നടാൻ പോകുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിനെ നേരെ ഗ്രോ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മഞ്ഞൾ നടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഫില്ല് ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം മാറ്റിയിട്ട ഗ്രോ ബാഗാണ്. അപ്പോൾ നമുക്ക് അറിയാലോ, ഗ്രോ ബാഗ് 2-3 പ്രാവശ്യമൊക്കെ റീയൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആണെങ്കിൽ കുറച്ച് കാലം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ മേളിൽ ഈ ഭാഗം ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടും. അത് മെയിനായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്, നമ്മളിപ്പോൾ മഞ്ഞളൊക്കെ നട്ട് വളർന്നു വരുന്ന കണ്ടീഷനിൽ ഏകദേശം ഇതിനൊക്കെ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ വളമൊക്കെ ഇടുന്ന സമയത്ത് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും വളമിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇതിനകത്ത് അന്ന് നമ്മൾ പുതിനയുടെ തൈ ഉണ്ടാക്കില്ലേ, പേപ്പറിലുള്ള പ്രോട്രേ പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് പുതിനയുടെ തൈകൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ അന്ന് മിച്ചം വന്ന പേപ്പർ വേസ്റ്റൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം കമ്പോസ്റ്റായി പോയി ചീഞ്ഞളിഞ്ഞ് ചേർന്ന് പോയിട്ടുണ്ട്. ഇത് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളൂ, അത് മാത്രം അതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. മാക്സിമം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം.
അപ്പോൾ നമ്മൾ വിത്താക്കിയ മഞ്ഞളാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ ഈ മുള വരുന്ന ഭാഗം മേളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് കിടത്തി ഇങ്ങനെ നട്ടാൽ മതി. എന്നിട്ട് മുള അധികം മൂടാതെ മണ്ണിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർ ഇതിനെ കുത്തിനെ നടാറുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കിടത്തിയാണ് നട്ടേക്കുന്നത്. വേറൊന്നുമില്ല, ഇതിൻ്റെ നടുവിൽ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കരിയിലോ ഉണ്ടോ പച്ചിലോ ഉണ്ടോ ഒരു പൊതയിടാം. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അറിയാമല്ലോ, നല്ല മഴയാണ്. ഇന്നിപ്പോൾ ഒന്നും മഴ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മുടെ പ്രോട്രയിൽ വെച്ച തൈയാണെങ്കിൽ വേറൊന്നും ചെയ്യാനില്ല. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ഇളക്കിയെടുക്കുക. നോക്കിയാലറിയാം ഇവിടെ നല്ലോണം വേരൊക്കെ വന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല ഹെൽത്തി വേരാണ്. വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഴിയെടുക്കുക, ഇതിനങ്ങ് താഴ്ത്തി വയ്ക്കുക, മണ്ണിട്ട് മൂടുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു തൈ വെച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് സൈഡ് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നിറയെ മഞ്ഞൾ വന്നോളും. ഇതിനും വേണമെങ്കിൽ ഒരു പൊതയിട്ട് കൊടുക്കാം, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ട മിക്സർ ഉണ്ടാക്കാനായിട്ട് വളം ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മണ്ണ് കളക്ട് ചെയ്യാം. ഇങ്ങനെ ചാണകപ്പൊടിയോ മറ്റോ കിട്ടുകയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള വളപ്രയോഗം പിന്നെ ചെയ്താലും മതി. അപ്പോൾ ഇതിനകത്തിന് വേറൊന്നും ചെയ്യാനില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇന്ന് മഴ പെയ്യണമെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഓട് കൊണ്ടുള്ള സ്റ്റാൻഡുണ്ട്. ടെറസിന് മേളിൽ വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള റോഡിൻ്റെ സ്റ്റാൻഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് ഒരു 9 മാസം ആണ് ഇതിൻ്റെ വളർച്ചാ കാലം എന്ന് പറയുന്നത്. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് 9ാമത്തെ മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം റെഡിയാവും വിളവെടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് വെച്ചതനുസരിച്ച് ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന്. അപ്പോൾ ആ സമയത്ത് ഇതിനകത്ത് എന്ത് ഹാർവസ്റ്റ് കിട്ടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തിന് വളപ്രയോഗം എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ ഏതെങ്കിലും വീഡിയോകൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ വീഡിയോകളും തുടച്ചിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ അന്ന് ഗ്രോ ബാഗിൽ വെച്ച ചേനയാണ് ഇതാ പുറകെ ഇരിക്കുന്നത്. ഈ കണ്ടീഷനായിട്ടുണ്ട്. ഇപ്പോൾ 2 മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ള ഞാൻ വേറെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളർന്നിപ്പോൾ ഈ കണ്ടീഷനായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു വളപ്രയോഗമുണ്ട്, കുറച്ച് വളം വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മഞ്ഞൾ നടയിൽ ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി വളപ്രയോഗം വലുതായിട്ടൊന്നുമില്ല കേട്ടോ, വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത സസ്യമാണ് മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞാൽ. അത് കുറച്ച് വളപ്രയോഗമൊക്കെ മതി. പിന്നെ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങളും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഒരു കാര്യം കൂടെ, വീട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിത് നട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയപ്പോഴേക്കും മാന്താൻ വന്നിട്ടുണ്ട് കേട്ടോ.